വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയില്ലേ അനുമോൾക്ക് ഉറക്കം വരില്ല. ഇന്നും അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇന്ന് കുറച്ച് കുസൃതി ചോദ്യങ്ങളും അല്ലാതെ കുറച്ച് GK ക്വസ്റ്റ്യൻസൊക്കെ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണെന്നുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അനുമോൾ കൈപൊക്കി. അനുമോൾ, ലക്ഷ്മി, ഷാനവാസ്, ഊണിയിൽ ഇത്രയും പേരാണ് കൈപൊക്കിയത് അറിയുന്നവർ. അപ്പോൾ ഫസ്റ്റ് തന്നെ അനുമോളുടെ അടുത്ത് ചോദിച്ചു. അനുമോളുടെ ആൻസർ ബാലൻ എന്നായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അടുത്തത് ഷാനവാസിനോട് ചോദിച്ചു. ഷാനവാസ് എഴുന്നേറ്റ് നിന്ന് ബാലൻ എന്ന് പറഞ്ഞു. അടുത്ത് ലക്ഷ്മിയോട് ചോദിക്കാനിരിക്കുന്ന സമയത്ത് തന്നെ അനുമോൾ എഴുന്നേറ്റ് വിഗതകുമാരൻ എന്ന് പറഞ്ഞു. അതോടെ ലാലേട്ടനങ്ങ് ചൂടായി. കാരണം അനുമോളുടെ അടുത്ത് ചോദിച്ച സമയത്ത് അനുമോൾ ബാലൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാൻ പോയ സമയത്ത് കൊണ്ട് വിഗതകുമാരൻ എന്ന് പറഞ്ഞേക്കുന്നു. അതവിടെ നല്ലോണം ചൂടായി. ചോദിക്കുന്ന സമയത്ത് പറയണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. ലാലേട്ടൻ വിചാരിച്ചത് ലക്ഷ്മിക്ക് ആൻസർ അറിയാമെന്നാണ്. അതുകൊണ്ട് ലാലേട്ടൻ ഇത്രയും ചൂടായത്. ലാലേട്ടൻ നൈസായിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞ ആൻസർ ന്യൂസ് പേപ്പർ പോയി എന്ന്. അതോടെ ലാലേട്ടൻ തീർന്നു. ഓണിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഓണിയിലും ബാലൻ എന്നുള്ള ആൻസർ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന്. അതോടെ പിന്നെ ലാലേട്ടന് മനസ്സിലായി. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ് ലാസ്റ്റ് ആൻസർ പറയാമെന്നാണ് പറഞ്ഞത്. വിഗതകുമാരൻ തന്നെയായിരുന്നു ഉത്തരം. അനീഷിൻ്റെ അടുത്ത് ചോദിച്ച് വിഗതകുമാരൻ എന്ന് പറയുകയും ചെയ്തു. അതാണ് സംഭവം. അതുപോലെ തന്നെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് നിവിൻ്റെ അടുത്താണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് തൃശ്ശൂർ ജില്ലയുടെ സ്ഥാപകൻ ആരാണെന്ന്. നിവിൻ പറഞ്ഞു നിവിന് ആൻസർ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് ആലോചിച്ച് ഉത്തരം പറയാമെന്ന് പറഞ്ഞപ്പോൾ നിവിൻ പറഞ്ഞു സോണിയാഗാന്ധി എന്ന്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. സോണിയാഗാന്ധി എന്ന് എങ്ങനെ പറഞ്ഞു ആവും? സുരേഷ് ഗോപി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പകുതി മാർക്കങ്ങ് കൊടുക്കാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഓരോരുത്തരും ഓരോ പൊട്ട ആൻസേഴ്സൊക്കെയാണ് പറഞ്ഞത്. എഴുത്തച്ഛൻ അങ്ങനെയൊക്കെ. എന്തായാലും അതിൽ അനീഷാണ് വിജയിച്ചത്. കാരണം അനീഷിന് നോമിനേഷൻ പവർ കിട്ടാൻ വേണ്ടി തന്നെ കുറേ എന്താ പറയുക GK PSC ക്വസ്റ്റ്യൻസ് കുറേ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ നൈസായിട്ട് അനീഷിന് നോമിനേഷൻ പവർ തിരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്.